എത്ര മിനിറ്റുള്ള പരിപാടി ഇരിക്കും? രണ്ടുപേരും വരും അടിച്ചു പൊളിച്ച്. ഇതൊക്കെ കാണോ ഷെയർ ചെയ്യണം കേട്ടോ. ആ ആ ആ ബോട്ടിരുന്ന് കണ്ടില്ലേ? ആ ബോട്ടിരുന്ന പുള്ളി സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുണ്ട് കേട്ടോ. പിന്നെ ആ പോയേക്കാം. ആടിക്കോ മോളെ കേറ്. ഓ തിരിച്ചുപിടി. ഒന്ന് പിടിച്ചോട്. ആ ഓക്കെ. അതിനെ അടിക്കോ. ആ തള്ളിക്കൊടു. പതുക്കെ ഒന്ന് മുന്തിക്കൊടു. നിങ്ങൾ എവിടെ നിന്ന് വരുവാ? തിരുവല്ലന്ന് വരുവാണോ? ഓ ശരി. ഈ ബോട്ടിലുണ്ടായിരുന്നോ? രണ്ടാമത്തെ ബോട്ടിലുണ്ടായിരുന്നല്ലേ? ആ ശരി. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ? ആ ഓ ശരി. പള്ളിയിൽ നിന്ന് വന്ന എല്ലാവരും കൂടെ അല്ലേ? ആ ഓ അത് ശരി. ആരെങ്കിലും വരുന്നുണ്ടോ അതിനകത്ത്? ഇത് കൊച്ചു വരുന്നുണ്ടോ? വരട്ടെ. പോരട്ടെ. ആ അടിപൊളി. ആ പോട്ടെ. ആ പോട്ടെ. ആ അടിപൊളി. ആഹാ. ആ പോട്ടെ. സൂപ്പർ.
ഈ പാതിരാമണിലെ വലിയവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു കൊച്ചു കുഞ്ഞു ഊഞ്ഞാലാടുന്നത് അടിപൊളി. വലിയവർക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്. വലിയവരും അല്ലാത്തവരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. സ്പ്രിങ് ആക്ഷനെ കൂടെ കളിക്കുന്ന छोटे बच्चे से फोन करा था ना, उसे एक बार फोन करके देखो नहीं इसे कितने लेता अगर को बोलते रूम करने के पैसे को जाकर बुला ले का था देखी 5,000 में बुला ले कंट्रोल एनवायरमेंटल ആണോ? ആക്ടിവിസ്റ്റ് ആണ്. ഓ ശരി ശരി. നിങ്ങൾ അറിയോ? ഇല്ല, ആലപ്പുഴക്കാരനാണ്. ഇങ്ങനെ പഴയൊരു എക്സ്പോർട്ടർ ആയിരുന്നു. 40 years ബാക്ക്. അതെല്ലാം നിർത്തിയിട്ട് ഇതിലേക്ക് വന്നിരിക്കുക. രണ്ട് ബോട്ടാണ്. രണ്ട് ബോട്ടിലും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ടോക്കൺ തരാൻ നേരിപ്പം ടോക്കൺ തരാം. ഭക്ഷണമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല അല്ലേ? നല്ല ഭക്ഷണം. ഓക്കെ. എല്ലാവരും ബോട്ടിൽ തന്നെയാണ് ഭക്ഷണം തരുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ബോട്ടിൻ്റെ അകത്തിരുന്ന്. പിന്നെ അവർ ഭക്ഷണമൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ അറേഞ്ച് ചെയ്ത് തരികയാണ്. നമ്മൾ ഹോട്ടലിലൊന്നും പോകണ്ട. ഭക്ഷണത്തിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കേണ്ടി വരും. ബോട്ട് ചാർജ് കൂടാതെ തന്നെ ഭക്ഷണത്തിന് നമ്മൾ പ്രത്യേക പൈസ കൊടുക്കേണ്ടി വരും. അടിപൊളി. ഒരു ഭക്ഷണം അത് കഴിച്ചിരുമ്പോൾ തീരും. കഴിച്ചിട്ട് വിളിക്കാനാ. അത് കൊള്ളാം. എല്ലാ വിഭവങ്ങളും ചേർന്നുള്ളൊരു ഭക്ഷണമാണ് നമുക്ക് തരുന്നത്. ഞാൻ കഴിച്ചില്ല. കഴിച്ച് നോക്കിയിട്ട് ഭക്ഷണത്തെ പറ്റി അഭിപ്രായം പറയാം.
5 മണിക്കൂർ കൊണ്ട് സംസ്ഥാനത്തിന് തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് യാത്രികരാണ് നമ്മളെല്ലാം അല്ലേ? ഞങ്ങൾ എല്ലാ യാത്രയുടെയും അവസാന പാദം പറയാറുണ്ട്, ഈ 5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഒറ്റ കുടുംബം പോലെയായി മാറും. തികച്ചും ഇന്നത്തെ യാത്രയിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഒറ്റ കുടുംബം പോലെയായി മാറിയിരിക്കുകയാണ് അല്ലേ? സത്യമല്ലേ പറയുന്നത്? ഒന്ന് കൈയടിച്ചു കൊടുത്തേ. സത്യം പറയുമ്പോൾ എല്ലാം കൈയടിച്ചോ. സഞ്ചാരികളെ, ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇന്നത്തെ യാത്രയിൽ നിങ്ങളുടെ കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും നൽകിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഈ വകുപ്പിലെ ഞങ്ങൾ 5ഓളം ജീവനക്കാരുണ്ട്. ഈ 5 ജീവനക്കാരും കൃതജ്ഞരാണ്. ഒപ്പം തന്നെ എല്ലാവരോടും നന്ദിയുണ്ട്. യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണിച്ച നിങ്ങളുടെ അക്കമഴിഞ്ഞ സഹകരണം, ആ സഹകരണത്തെ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അതോടൊപ്പം തന്നെ നിങ്ങളെ എല്ലാം ഞങ്ങൾ നന്ദിയോടെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടല്ലോ, പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് വളരെ നല്ലൊരു വെൽക്കമാണ്. അതുമാത്രമല്ല, ഇന്നലെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കാറിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുടുംബശ്രീയുടെ ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിച്ചു എത്ര ആളുണ്ടാവും, സ്പെഷ്യലായിട്ട് കരിമീൻ ഫ്രൈ ഉണ്ട്, അതിന്റെ റേറ്റും ഒക്കെ വളരെ ട്രാൻസ്പാരൻസി ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാൻ കണ്ടത്. അത് മാത്രമല്ല 5 മണിക്കൂർ കൊണ്ട് ഇത്രയും ചെറിയ ഒരു പിന്നെ അതായത് വളരെ കൃത്യമായ ഒരു സംഖ്യ തന്നെ പറയാം. 500 രൂപ അല്ലെങ്കിൽ 400 രൂപ കൊണ്ട് നമുക്ക് ഇത്രയും 5 മണിക്കൂർ ഇത്രയും മനോഹരമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നതിന് അത് ഗവൺമെന്റിന്റെ ഒരു സംരംഭമായതുകൊണ്ട് മാത്രമാണ്. അതിനേക്കാളുപരി ഇവിടെ ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാ മെമ്പർമാരും, അതായത് ജലഗതാഗത വകുപ്പിന്റെ ഓരോ മെമ്പർമാരും വളരെ നന്ദി. പിന്നെ എന്റെ സ്വന്തം പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിൽ അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഇത് നമ്മൾ തമ്മിലെ ആൾക്കാരോട് പറഞ്ഞിട്ട് ഇതിനൊരു പബ്ലിസിറ്റി കൊടുത്ത് കൂടുതൽ ആൾക്കാരെ ഈ ഒരു സംരംഭത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഞാൻ ഏതായാലും വർക്ക് ചെയ്യുന്നത് LIC-ലാണ്. ഞാൻ എൻ്റെ ഏജൻസിനെയും കൂട്ടിയിട്ട് ഒരു 19 ആൾ കൂടിയിട്ടുള്ള ഒരു ട്രിപ്പ് ഞാൻ ഇവരായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ പക്ഷേ 2-3 ആഴ്ച മുമ്പേ ബുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഒരു ട്രിപ്പ് ഒരു മാസത്തിനുള്ളിൽ എന്ത് തന്നെയായാലും അവരെയും കൂട്ടി ഇവിടെ എഴുതായിരിക്കും അറിയിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു സൗകര്യം ചെയ്തതിന് എല്ലാവരോടും നന്ദി. നമുക്ക് ഇത്രയും ഈ സഹായം നമ്മൾ കൂടുതൽ തിരികെയാണ്. നല്ല ഒരു അനുഭവമായിരുന്നു. ഈ പറയുമ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. ഗ്രൂപ്പായിട്ട് വരാൻ പറ്റി പല സ്ഥലത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റി. ആ കുടുംബത്തിൽ യാത്ര ചെയ്യാൻ ഒരു നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് Hello. I am basically from यहाँ पे पूरा वर्ड का लोग आता है, लेकिन अगर सिर्फ मलयालम में आकर एंटरटेन करेगा तो कैसे समझ पाएगा? अगर 2 गाना हिंदी का भी बजाता ना तो आई कॉन्फिडेंट यू एंजॉय मोर. तो थैंक यू. एंड या तो मैंने हिंदी में ट्रांसलेट करके गाना बताने का हिंदी में अब तो टाइम ओवर हो गया ना, ये आगे के लिए बोल रहा है.